ഹായ് ഫ്രണ്ട്സ്, അർച്ചന ചേച്ചി സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്ചുവിന് എസ് സെലക്ഷൻ കിട്ടിയതോടുകൂടി തന്നെ അതിന് ട്രെയിനിങ്ങിന് പോകാനായിട്ട് അവരാവശ്യപ്പെടുന്നുണ്ട്. അതിലൊരുപാട് സന്തോഷിക്കുന്നുണ്ട് അമ്പാട്ട് വീട്ടിലുള്ള എല്ലാ ആൾക്കാരും. അങ്ങനെ ആ ഒരു വിവരം നമ്മുടെ സത്യൻ അറിഞ്ഞ് നമ്മുടെ ചന്ദ്രയുടെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട്. ചന്ദ്രയ്ക്കാണെങ്കിൽ ഇത് കേട്ട പാടത്തിന് കലി കയറുന്നുണ്ട്. ഇനി ഇതിൻ്റെയും കൂടി ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ എന്തൊക്കെ കാണണം, അവൾ ഇനി നിലത്തൊന്നും ആയിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതെങ്ങനെയെങ്കിലും തല്ലിക്കെടുത്തണം എടത്തി, അല്ലെങ്കിൽ ഇങ്ങനെ വിട്ടാൽ പറ്റൂല, അവർക്ക് ഉയർച്ചകൾ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ സത്യം പറയുന്നുണ്ട്. അതെ, അത് തന്നെയാണ് വേണ്ടത്. എങ്ങനെയെങ്കിലും അവൻ ആ ട്രെയിനിങ്ങിന് പോകുന്നത് മുടക്കണം. അവർക്ക് ആ എക്സൈസ് സെലക്ഷൻ ഒരിക്കലും കിട്ടാൻ പാടില്ല. അവൻ എന്തെങ്കിലും ഒരു കേസിൽ പ്രതിയാക്കി അതിൽ നിന്ന് അവനെ ജയിലിലാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അച്ചുവിനെതിരെയുള്ള കരുക്കൾ അവർ നീക്കാനായിട്ട് ചന്ദ്രയും അതുപോലെ തന്നെ സത്യനും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ അച്ചു ആ ഒരു സന്തോഷ വിവരം അറിയിക്കാനായിട്ട് നമ്മുടെ രുക്കുവിനെ വരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ രുക്കുവിനോട് യാത്ര പറയാനായിട്ട് അവളെ കാണാനായിട്ട് വിളിക്കുന്നുണ്ട്. രുക്കുവിനോട് പറയുന്നുണ്ട്, രുക്കു, എൻ്റെ ഏറ്റവും വലിയൊരു അംബീഷനായിരുന്നു ഒരു SI ആവണമെന്ന്. അത് ഇവിടെ സാധിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ അതിൻ്റെ ട്രെയിനിങ്ങിന് പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷത്തോടു കൂടിയും അതിലുപരി സങ്കടത്തോടു കൂടിയും പറയുന്നുണ്ട് രുക്കു. എന്തായാലും നിൻ്റെ ആഗ്രഹമല്ലേ, അത് നടക്കട്ടെ. നല്ലൊരു SI ആയിട്ട് വാ എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് സ്നേഹത്തോടു കൂടിയും കരുതലോടു കൂടിയും രുക്കു അതിൽ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ സത്യൻ ആ വഴിക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി സംസാരിച്ച് നിൽക്കുന്നത് കാണുന്നുണ്ട്. പെട്ടെന്ന് സത്യൻ വരുന്നത് കണ്ട് രുക്കു പറയുന്നുണ്ട്, അയ്യോ അത് ഏട്ടൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് അവർ ആ റോഡരികിൽ വെച്ച് തന്നെ തർക്കിക്കുന്ന രീതിയിൽ അങ്ങനെ അഭിനയിക്കുന്നുണ്ട് സത്യനെ വിശ്വസിപ്പിക്കാനായിട്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചിന്നുമോളെയും അതുപോലെ തന്നെ വിജയശങ്കറിനെയാണ്. അങ്ങനെ കോടതിയിലേക്ക് നമ്മുടെ ചിന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ വിജയശങ്കറിൻ്റെ അടുത്തേക്ക് ചിന്നു പോകുന്നുണ്ട്. അങ്ങനെ അച്ഛാ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അയ്യോ മോളെ, നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹപ്രകടനങ്ങൾ ഉണ്ടാവുന്നുണ്ട് അച്ഛനും മകളും തമ്മിൽ. അങ്ങനെ ചിന്നു ഒരുപാട് ആഗ്രഹത്തോടു കൂടി വിജയശങ്കറിനോട് പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് അച്ഛനും അമ്മയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അതിനിടയിൽ ഞാനും ഒരുമിച്ചിരുന്ന് ആ ഒരു സന്തോഷത്തോടു കൂടി ഒരു നേരമെങ്കിലും ആ ഒരു ഭക്ഷണം കഴിക്കണം എന്നാണ് ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ട് വരുന്ന അർച്ചന അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അച്ഛൻ്റെയും മകളുടെയും ആ ഒരു സ്നേഹബന്ധം, അതിനൊരു വിള്ളലുണ്ടായത് ഈ അച്ഛൻ തന്നെ ആണ് കാരണം എന്നൊക്കെയുള്ള രീതിയിൽ അർച്ചന അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ അർച്ചനയുടെ വരവ് കണ്ട് വിജയശങ്കറും അതുപോലെ തന്നെ ചിന്നു ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ഇവർ തമ്മിലുള്ള ആ ഒരു സംസാരം കേട്ട് ഇനി എന്തെങ്കിലും അതിൽ പ്രശ്നം കണ്ടെത്തുമോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുന്നുണ്ട് വിജയശങ്കർ.